ഹലോ, ഇന്ന് ഞാൻ കുറച്ച് ഉത്സവത്തിന് പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ വർഷം ഞാൻ പോകുന്ന ആദ്യത്തെ ഉത്സവമാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇവിടെയൊക്കെ ഉത്സവം തുടങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ ഈ ഉത്സവത്തിൽ നല്ല അടിപൊളിയൊരു നാടകം ഉണ്ടെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ അതും കൂടെ കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് പോയത്. സത്യം പറയാതെ പോയത് വെറുതെ ഇല്ല, നല്ലൊരു നാടകമായിരുന്നു കേട്ടോ. ഞാൻ അടുത്ത കാലത്തൊന്നും ഇതുപോലെ നല്ലൊരു നാടകം കണ്ടിട്ടില്ല. നല്ല പ്രത്യേകിച്ചും പറയണത് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ ചെയ്ത ഒരു ആൾ ഏട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിലൊക്കെ ലൈവായിട്ട് ഇതുപോലെ അഭിനയിക്കാൻ തന്നാൽ നല്ല കാര്യമാണ്. അത്രയും നന്നായി ചെയ്തു കേട്ടോ. എല്ലാവർക്കും നാടകത്തിൻ്റെ തീമൊന്നും ഇങ്ങനെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീലൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ശിവഭക്തൻ്റെ കഥയാണ്. പക്ഷെ ആ ചെയ്ത മെയിൻ ക്യാരക്ടർ ചെയ്ത ആൾ അടിപൊളിയായിട്ട് ചെയ്തു. അത് തന്നെയാണ് ആ നാടകത്തിന് ഹൈലൈറ്റ് എന്നും പറയുന്നത്. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നല്ല സാമ്പാറും അച്ചാറും ക്യാബേജ് ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നല്ല മാങ്ങാച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ അതും ആ സാമ്പാറും മാത്രം മതി, അതിൻ്റെ വിഭവങ്ങളൊന്നും വേണ്ട ചോറ് തിന്നാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം തന്നെ സ്റ്റേജിൻ്റെ മുന്നിൽ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നാടകം തുടങ്ങി തുടക്കം തന്നെ ഒരു രാവണൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങി. പിന്നെ അത് ഒരു മുനിവര്യന് ശിവഭഗവാന്റെ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് ഭൂമിയിലൊരു മനുഷ്യനായി ജനിച്ച കഥയാണ് കേട്ടോ. ഏതായാലും നാടകത്തിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഭംഗം വരുത്താതെ മറ്റൊരു ദിശയിൽ കൂടി യാത്ര ചെയ്യുന്നതാണ് ദൈത്യമാണ്. നമ്മുടെ പുഷ്പകത്തിന്റെ ശീഘ്രയാനത്തിൽ ദേവകുലത്തിന്റെ സർവവും നാം തച്ചു തകർക്കും. അവർക്ക് വേണ്ടി വാദിക്കുവാൻ വരുന്നവൻ ഈ രാവണന്റെ ശത്രു. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു 10-11 മണിയൊക്കെ ആയിട്ടോ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.